ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ഡിഷുമായിട്ട് വന്നിട്ടുണ്ട് വീണ്ടും. ഇന്ന് വെറൈറ്റി അല്ല, എന്തായാലും കുഴപ്പമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ളതാണ്. വേറെ ഒന്നുമല്ല, അമ്പലപ്പുഴ പാൽപ്പായസം. അത് നമുക്ക് വീട്ടിൽ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അതേ ടേസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഏകദേശം അതേ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും പറയും അമ്പലപ്പുഴ പാൽപ്പായസം നമുക്ക് വീട്ടിൽ വെച്ച് ശരിയാവില്ല, പക്ഷേ ഇങ്ങനെ ഞങ്ങൾ പറയുന്ന റെസിപ്പിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പിയല്ല, റെസിപ്പിയും ആ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു 90% അതിനോട് അതുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതും ഉരുളിയിലൊന്നും ഉണ്ടാക്കണ്ട, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒന്നും ചെയ്യണ്ട, കുറച്ച് ഗ്യാസ് ചിലവുണ്ടാവും, അല്ലാതെ വേറെ അതിന് അല്ലാതെ നമ്മൾ ഈ ഉരുളിയിൽ കിടന്ന് ഉണ്ടാക്കുന്ന പോലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, വേഗം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം വെക്കാനായിട്ട് നമ്മളൊരു കുക്കർ എടുത്തിരിക്കുകയാണ്. കുക്കറിലേക്ക് നമ്മൾ 1 ഗ്ലാസ് പച്ചരിയാണ് ഇട്ടിരിക്കുന്നത്. ചെമ്പാ പച്ചരിയാണ് കിട്ടുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ചെമ്പാ പച്ചരി നമ്മൾ പച്ചരി ഇട്ടു. അതിലേക്ക് 4 ഗ്ലാസ് പഞ്ചസാര. അപ്പം 1 ഗ്ലാസ് പച്ചരിക്ക് 4 ഗ്ലാസ് പഞ്ചസാര. ഇനി അതിലേക്ക് ഒഴിക്കുന്നത് 16 ഗ്ലാസ് പാലാണ്. അപ്പം 1 ഗ്ലാസ് പച്ചരിക്ക് 4 ഗ്ലാസ് പഞ്ചസാര, 16 ഗ്ലാസ് പാല്. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അമ്പലപ്പുഴ പാൽപ്പായസത്തിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിത് അടുപ്പിൽ വെക്കുക. അടുപ്പിൽ വെച്ചിട്ട് 1.5 മണിക്കൂറാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 1.5 മണിക്കൂർ സിമ്മിലിട്ട് അടുപ്പിൽ വെക്കുക. 5 വിസിലടിക്കുന്നത് വരെ വെക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സാധനം ആയിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം. അതായത് 5 വിസിലടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും കറക്റ്റ് ഒരു 1.5 മണിക്കൂർ വെക്കുക. 5 വിസിലടിച്ചു കഴിഞ്ഞാലും കുറച്ചുകൂടി നേരം കൂടി വെക്കുക അടുപ്പിൽ. ഓക്കെ, സിമ്മിലിട്ടാണ് വെക്കേണ്ടത്, മറക്കാതെ ഓർത്ത് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം. വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഏകദേശം ഒരു 90% അമ്പലപ്പുഴ പാൽപ്പായസം പോലെ തന്നെ ആവും. അമ്പലപ്പുഴ പാൽപ്പായസം കണ്ടിട്ട് നിങ്ങൾക്ക് അമ്പലപ്പുഴ പാൽപ്പായസമായിട്ട് തോന്നിയോ? ശരിക്കും ക്യാമറയിൽ കൂടി കാണുമ്പം അത്രയും എഫക്റ്റ് വരില്ല. ശരിക്കും അമ്പലപ്പുഴ പാൽപ്പായസം പോലെയാണ് നേരിട്ട് കാണാനില്ലേ. അതെ. പിന്നെ വേറൊരു കാര്യം, ഇന്ന് എൻ്റെ റെസിപ്പി അല്ല, അമ്മയാണ് ഫുള്ള് ചെയ്തത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ റെസിപ്പീസും വരും. നമ്മുടെ നാടൻ വിഭവങ്ങളൊക്കെ ഇടയ്ക്ക് എൻ്റെ റെസിപ്പീസും വരും, അവളുടെ റെസിപ്പീസ് വരും. അപ്പോൾ എല്ലാവരും പൂർണ്ണമായും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്കെല്ലാം. ഞങ്ങൾക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയി വരുന്നതേ ഉള്ളൂ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബേഴ്സ് കൂടണം, വ്യൂസ് കൂടണം, ഷെയർ കൂടണം, ലൈക്ക് കൂടണം, അങ്ങനെ എല്ലാം ഭയങ്കര സന്തോഷം ലഭിക്കണം. അതെ, നിങ്ങൾക്കാണ് അതിൻ്റെ ചുമതല. അപ്പം എല്ലാവരും ഈ അമ്പലപ്പുഴ പാൽപ്പായസം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, 100% ഗ്യാരണ്ടി. പിന്നെ ട്രിവാൻഡ്രത്താണ് നമ്മൾ ബോളിയുടെ കൂടെ കഴിക്കുന്നത്. അങ്ങോട്ടൊന്നും നമ്മുടെ വടക്കൻ കേരളത്തിൽ ഒന്നും കഴിക്കാറില്ല, ബോളി ശരിക്കും കഴിക്കാറില്ല. അവർക്കറിയില്ല നമ്മൾ ട്രിവാൻഡ്രംകാരുടെ സ്പെഷ്യൽ ഒരു സ്വീറ്റാണ് ബോളി. അതിൻ്റെ കൂടെ കഴിച്ചു നോക്കണം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ബോളിയുടെ. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അങ്ങനെ എല്ലാം നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതെ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ.